നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നൊരു കുഞ്ഞൻ വീട് ആണ് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ഈ കാണുന്ന മനോഹരമായ ഒരു 2 BHK വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഒരു 2 ബെഡ്റൂം മാത്രം ആഗ്രഹിച്ച് ഒരു കുഞ്ഞു വീട് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷനായിട്ടാണ് ഈ ഒരു വീട് നമുക്ക് വന്നിട്ടുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ്. നമുക്കിത് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പേയാടിന് സമീപത്തുള്ള ഒരു ലൊക്കേഷനിലാണ് ഇത് വരുന്നത്. പേയാട് ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു 800 മീറ്റർ മാറിയിട്ട് നമുക്ക് വരുന്ന ഒരു മനോഹരമായൊരു കുഞ്ഞു വീടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ എലിവേഷൻ പാർട്ടെല്ലാം ഇങ്ങനെ ഒരു വ്യൂ ആണ് നമുക്ക് എലിവേഷൻ പാർട്ട് വന്നിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് ഈ വീട് വരുന്നത്. തൊട്ടടുത്തായിട്ട് നമുക്ക് വേറെ വില്ലാസും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു പോർഷനാണ് നമുക്ക് ഫ്രണ്ട് വരുന്നത്. അടുത്തായിട്ട് തന്നെ നമുക്ക് കടകളും സൂപ്പർ മാർക്കറ്റുകളും അതുപോലെ തന്നെ പെട്രോൾ പമ്പ് എല്ലാ കാര്യങ്ങളും നമുക്ക് പേയാട് ജംഗ്ഷനിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്. പേയാട് ജംഗ്ഷനിൽ എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു ഏരിയ തന്നെയാണ്. 100 സെൻറ്റിൽ 650 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം ഉൾപ്പെടെയാണ് നമുക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ട് നമുക്ക് ഫുൾ ഇൻ്റർലോക്കാണ്. ഇൻ്റർലോക്ക് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ച് അതിനെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഫ്രണ്ടിൽ ഒരു കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ ബഡ്ജറ്റൊക്കെ നമുക്ക് ലാസ്റ്റ് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇത് നമുക്ക് ഗ്യാസ് വയ്ക്കാനുള്ള ഒരു ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാക്ക് സൈഡിലെ സ്പേസ് വരുന്നത്. ടെറസിലോട്ട് പോകാനുള്ള വഴിയാണ്. നമുക്ക് ഇവിടെ നിന്ന് എൻട്രൻസ് വന്നിട്ടുള്ളൂ. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട്. 100 സെൻറ്റിൽ 650 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം ഉൾപ്പെടെ പണി കഴിപ്പിച്ച നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഭവനമാണ് ഈ കാണുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു 800-850 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീട് നമുക്ക് ദൂരം വരുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഞങ്ങൾ തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് നമുക്ക് 6x4 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. ഫ്രണ്ട് ഡോറ് പ്ലാവിൻ തടിയിൽ ആണ് പണിതിരിക്കുന്നത്. ഫ്രണ്ട് ഡോറ് നല്ല സിമ്പിൾ ഡിസൈനും കാര്യങ്ങളും നൽകിക്കൊണ്ട് ഫ്രണ്ട് ഡോറിൻ്റെ ഒരു പണി തീർത്തിട്ടുണ്ട്. പ്ലാവിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഫാൻസി ലൈറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എലിവേഷനിൽ നോക്കുമ്പോഴത്തേക്കും സ്പോട്ട് ലൈറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എലിവേഷനിൽ കുറച്ചുകൂടെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ലിവിങ് ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ. അത്യാവശ്യം നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട്ടിൽ വരുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ ഒരുമിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗം നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് രണ്ടും കൂടെ ചേർത്ത് 28x12 ആണ്. 28x12 ആയിട്ട് വരുന്ന ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ ആണ് വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേറയുടെ ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇവിടെ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് വീട്ടിനകത്ത് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രൊഫൈൽ ലൈറ്റ് ആയാലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ വന്നിരിക്കുന്ന TV യൂണിറ്റ് ഏരിയ നമുക്ക് വാൾ പാനലും കാര്യങ്ങൾ യൂസ് ചെയ്താണ് നമുക്ക് കവർ ചെയ്ത് ബാക്ക് ഗ്രൗണ്ടെല്ലാം ചെയ്തിരിക്കുന്നത്. അത് പോയിട്ട് നമുക്ക് കുറച്ചുകൂടെ മനോഹരമാക്കാൻ വേണ്ടി സ്പോട്ട് ലൈറ്റ് കാണുന്ന പോലെ തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ലിക്കൊണ്ട് ഇച്ചിരി അടിപൊളിയാക്കിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു 30-35-40 ഇഞ്ച് TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ തന്നെയാണ് വന്നിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ ഡൈനിങ് ഏരിയയുടെ ഒരു ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് ഡൈനിങ് ഏരിയ ഹോളും ഒരുമിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 28x12 ആണ് ഡൈമെൻഷൻ വരുന്നത്. രണ്ടും കൂടെ ചേർത്തിട്ട് അത്യാവശ്യം ഒരു 6 സീറ്റിംഗ് വരുന്ന ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഈ കാണുന്നത്.
ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്കും കിട്ടുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ ഫോൾ സീലിംഗ് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് സ്മാർട്ട് ലൈറ്റൊക്കെ വരുന്ന ഒരു മിററും കാര്യങ്ങളൊക്കെ വെച്ചാണ് വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് 10x8 ഡയമെൻഷൻ വരുന്ന ഒരു കിച്ചണാണ് ഈ കാണുന്നത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് ആണ് നമുക്ക് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസിനായിട്ട് കബോർഡ്സും കാര്യങ്ങളെല്ലാം മുകളിലും താഴെയുമായിട്ട് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നമ്മൾ ആദ്യം കണ്ട ഒരു ഏരിയ ആണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കൊരു വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ഷീറ്റ് ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ബാക്കിൽ തന്നെ ഉണ്ട്. ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ. നമുക്ക് നേരെ വീടിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് 2 BHK ആണ്. അപ്പോൾ നമുക്ക് ആദ്യം വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. 10x8 ഡയമെൻഷൻ വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരയുടെ ടൈൽസ് ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. വോൾട്ടേലൊക്കെ യൂസ് ചെയ്ത് നമുക്ക് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബാത്റൂം ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. x 10 ഡയമെൻഷൻ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റൂം ആണ് ഇവിടെ ഉള്ളത്. താഴെ നമുക്ക് ഫ്ലോറിംഗ് ആയിട്ട് കജേരയുടെ ടൈൽസ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വാർഡ്രോബ്സ് നമുക്ക് ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം ഹീറ്റർ പ്രൊവിഷൻസ് ഒക്കെ എല്ലാം യൂസ് ചെയ്ത് തന്നെയാണ് മാക്സിമം ചെയ്തിരിക്കുന്നത്. ബാത്റൂം ക്വാളിറ്റി ഫിറ്റിങ്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് തിരുമലയ്ക്ക് സമീപം പേയാടിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ വീട് 3/100 സെൻറ്റിൽ 650 സ്ക്വയർ ഫീറ്റ് 3/100 സെൻറ്റിൽ 650 സ്ക്വയർ ഫീറ്റിൽ 2 BHK ആയിട്ട് വരുന്ന ഈ ഒരു വീട്. 2 ബെഡ്റൂം, ഒരു ഹാൾ, ഒരു ഡൈനിങ് ഏരിയ, ഒരു കിച്ചൺ ആയിട്ട് വരുന്ന ഈ ഒരു മനോഹരമായ ഒരു കുഞ്ഞൻ വീടിൻ്റെ നമുക്ക് ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 33 ലക്ഷമാണ്. തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അത്യാവശ്യം ജസ്റ്റ് ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള നല്ലൊരു വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. വീടിനകത്തൊക്കെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 33 ലക്ഷമാണ്. തികച്ചും നെഗോഷ്യബിളാണ്. അപ്പോൾ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നിങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക.